ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. രാവിലെ മഴയൊക്കെ തുറന്നു, നല്ല തെളിച്ചുകൊണ്ടിരുന്നു കേട്ടാ. പെയ്യില്ലാന്ന് വിശ്വസിക്കുന്നു. ശരി, ഞാനിന്ന് ദോശയാണ് കഴിക്കുന്നത്. 2 ഈന്തപ്പഴം, 5 ബദാം, ഒരു മുട്ട, പിന്നെ ചമ്മന്തിയായിരുന്നു. ഇന്ന് സ്പെഷ്യലൊന്നുമില്ല കേട്ടാ. ചമ്മന്തിയും ദോശയും. എല്ലാവരും രാവിലെ കാപ്പി ഉണ്ടാക്കിയ, ഞാനും ഉണ്ടാക്കി കാപ്പി. കഴിക്കട്ടെ. ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. മഴയില്ലായിരുന്നു, കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കാം നല്ലപോലെ ഉറങ്ങിയത്. ശരി, ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് നമ്മുടെ വീട്ടിൽ ചമ്മന്തി, വീട്ടിലെ ചമ്മന്തി സൂപ്പർ. നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും അരച്ചില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റിന് വരാൻ അതിന് സ്പെഷ്യലായിട്ടൊക്കെ ഞാൻ ചെയ്യും. അപ്പം കടയിലൊരു ടേസ്റ്റ് വരും. ഇത് ഞാൻ നമ്മുടെ പണ്ട് തേങ്ങയും ഇഞ്ചിയും മുളകും തേങ്ങയും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ വെച്ച് അരച്ചത്. നിങ്ങളൊക്കെ കഴിച്ചാന്ന് ചോദിക്കുന്നത് 8:30-ക്കൊന്നും നിങ്ങളാരും കഴിക്കൂലെന്ന് എനിക്കറിയാം. പക്ഷെ കൃത്യസമയത്തിന് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അസുഖങ്ങളില്ലായിരിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നവരാണ് ഭാഗ്യവാൻ. അസുഖമില്ല അവർക്ക്. പണ്ടുള്ളവർ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പം 7 മണിക്ക് മുമ്പേ കാപ്പി കുടിച്ചോണ്ടാണ് അവർ ജോലിക്ക് പോണത്. പിന്നെ അവർ 10 മണിക്കൊരു കാപ്പി കുടിയുണ്ട് കേട്ടാ. അത് കഴിഞ്ഞാൽ അവർ 1 മണിക്ക് കയറി ഭക്ഷണം കഴിക്കും. ഇതെല്ലാം അവരുടെ കൃത്യസമയമായിരുന്നു. ചിലർ 12 മണിക്ക് കഴിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്നവർ ഒത്തിരി പേരുണ്ട് 12 മണിക്ക് കഴിക്കുന്നവർ. അതുകൊണ്ട് ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചവർ ഡയറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളൊക്കെ ആരോഗ്യമായിട്ടിരിക്കും. ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ എല്ലാവരോടും. ടാറ്റാ. വീണ്ടും ടാറ്റാ. ഉച്ചയ്ക്ക് കാണാം കേട്ടാ.